ഞാനാണ് നിങ്ങളുടെ ക്രേസി വെറുതെ. അയ്യോ സോ ഇന്നലെ രാത്രി കേട്ടോ അനോമി സിനിമ കാണാൻ പോയത്. അനോമി ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് ഇങ്ങനെ പടത്തിൻ്റെ പേര്. പടം ഇറങ്ങിയിട്ട് 2-3 ദിവസമായി. ഞാൻ പോണ്ടിച്ചേരിയിലാണ് പടം കണ്ടത്. ഞാൻ പോണ്ടിയിലാണ്. അപ്പോൾ ഇവിടെ മൂവീസ് ഇറങ്ങുന്ന വളരെ ആശാനൊന്നും ഇവിടെ ഇറങ്ങിയില്ല. ആ പടമൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് മൂവി ഇവിടെ ഇറങ്ങിയില്ല. പിന്നെ ഇവിടെ ഇറങ്ങിയത് മറ്റേ ആശകളായിരുന്നു, അത് കണ്ടു, അഭിപ്രായം പറഞ്ഞിരുന്നു. ഇപ്പം ഇറങ്ങിയത് അനോമിയാണ്. അനോമി ഇന്നലെ നൈറ്റ് പ്രാക്ടീസൊക്കെ കുറച്ച് നേരത്തെ വിട്ടുകൊണ്ട് ചെന്ന് കാണാൻ പറ്റി പടം. ഒരു 10 മിനിറ്റ് വൈകിപ്പോയി. ഞാൻ തിയേറ്ററിൽ കയറിയപ്പോഴേക്കും 10 മിനിറ്റ് പടം തുടങ്ങി. ഇവിടുത്തെ PVR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്തെ PVRലെ പോലെ കുറേ ആഡ്, 20 മിനിറ്റ് ആഡ്, എന്താ കച്ചറ പരിപാടിയല്ല. കറക്റ്റായിട്ട് തുടങ്ങിക്കോളും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ 7:25 PM ഷോ ആയിരുന്നു. കറക്റ്റ് സമയം പടം തുടങ്ങും. 7:40 എങ്ങാനും എത്തി. അപ്പോൾ 10 മിനിറ്റ് അങ്ങ് തേഞ്ഞ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് സീനാണോ എന്ന് ചോദിച്ചാൽ ഭാഗ്യത്തിനല്ല. പടമായി ബന്ധപ്പെട്ടുള്ള മീൻസ് ആ സീൻ പിന്നീട് നമുക്ക് മനസ്സിലാവും പടം പോകുന്നൊരു പോക്കിൽ. അപ്പോൾ എവിടെ തൊട്ട് ഞാൻ കണ്ടു തീർത്തു എന്നൊരു ഇതിൽ പറയുവാണെങ്കിൽ ആക്ച്വലി ആ 10 മിനിറ്റ്സ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, മനസ്സിലാവും. ബട്ട് അറിയിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ പടം ആക്ച്വലി ഒരു നല്ല സിനിമയാണ്. പക്ഷെ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യം, ഫസ്റ്റ് ഹാഫ് എനിക്കിഷ്ടമായില്ല. അത് 10 മിനിറ്റിൻ്റെ ഇഷ്യൂ അല്ല. എന്തോ ഞാനുണ്ടായിരുന്ന 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് കണ്ടതിന് ഇറങ്ങിയപ്പോഴേക്കും ഇവിടെ ഒന്നും ഇല്ലല്ലോടെ. ആക്ച്വലി പ്ലെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. പ്ലെയിനായിരുന്നു. എവിടെ ഒരു ഗ്രാഫ് കയറുന്ന പോലെ ഒരു സംഭവമില്ല. ഫസ്റ്റ് ഹാഫിൽ വിറ്റെന്ന് പറഞ്ഞാൽ മ്യൂസിക് ഉണ്ട്. മ്യൂസിക് മാത്രമേ ഉള്ളൂ. മ്യൂസിക് ചെയ്യുന്ന അങ്ങേരായത് ആനിമലൊക്കെ മ്യൂസിക് ചെയ്തല്ലോ, രൺബീർ കപൂറിൻ്റെ ആനിമൽ. ഹർഷവർദ്ധൻ രാമേശ്വർ, അങ്ങനെ ഹർഷവർദ്ധൻ അങ്ങനെയാണ് പേര്. ഫുൾ നെയിം രാമേശ്വരൻ സംതിങ്. ഹർഷവർദ്ധൻ പുള്ളിക്കാരനെ ബോളിവുഡിൽ നിന്നങ്ങ് കൊണ്ടുവരുമല്ലേ. എന്നാൽ പിന്നെ അങ്ങ് മ്യൂസിക് അങ്ങ് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് മ്യൂസിക് ചെയ്ത പോലെ. കാരണം പടത്തിലൊന്നുമില്ല. എന്നാൽ മ്യൂസിക് കൊടുത്ത ഓഡിയൻസ് ത്രില്ലടിക്കട്ടെ. ആ ഒരു സ്കീമായിട്ട് എനിക്ക് തോന്നിയത്. മ്യൂസിക് മാത്രമേ ഉള്ളൂ. മ്യൂസിക് മോശമെന്നല്ല, പക്ഷെ ത്രൂ ഔട്ട് മ്യൂസിക് ഉള്ളൂ. വെറുതെ ഒക്കെ മ്യൂസിക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പോൾ സ്പോട്ടിഫൈയിൽ പോയാൽ സൗണ്ട് ട്രാക്ക് ആൽബം അല്ലാണ്ട് ഇതിൻ്റെ സ്കോറിൻ്റെ ഒരു ഇത് കിട്ടും. അങ്ങനെ ആൽബങ്ങൾ ഇറക്കുന്നുണ്ടല്ലോ ചില ആൽബങ്ങൾ. അപ്പോൾ സ്കോർ എടുത്ത് നോക്കി നമുക്ക് സെപ്പറേറ്റ് അത് എടുത്ത് കേൾക്കുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ടാവും. ബട്ട് ആക്ച്വലി ഈ പടത്തിൽ മ്യൂസിക് വെറുതെയാണ്. ഫസ്റ്റ് ഹാഫ് ഒന്നും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൻ്റെ കേസ് പറഞ്ഞാലും 2.25 മണിക്കൂർ എന്തോ ഉണ്ട് പടം. സെക്കൻഡ് ഹാഫിലൊരു ശരിക്കും ത്രൂ ഔട്ട് ഒരു 1 മണിക്കൂർ 50 മിനിറ്റ് വരെ ഒരു പോക്കിങ്ങനെ പോവും. ഒന്നും ഒരു രസമായിട്ട് തോന്നണില്ല. 1 മണിക്കൂർ 50 മിനിറ്റിനൊക്കെ ശേഷം ഒരു ഏകദേശം ഗസ് ഔട്ട്, പെർഫെക്റ്റ് ടൈമൊന്നല്ല ഞാൻ പറയാം. പിന്നീട് ഈ സയൻസ് ഫിക്ഷൻ പടം പെടുന്നത് സയൻസ് ഫിക്ഷൻ ത്രില്ലർ കാറ്റഗറി പെടുന്ന പടമാണ്. ഞാൻ ആലോചിച്ച് പടം കാണുമ്പോൾ എവിടെ ആ ഒരു സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ കിട്ടുന്നില്ലല്ലോ. ഇല്ല, ഭാവനയുടെ കഥാപാത്രം മറ്റേ ഫോറൻസിക്കിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ അങ്ങനെ പോകുന്നുണ്ട് സംഭവം. ഒരു സീരിയൽ കില്ലർ കോൺസെപ്റ്റൊക്കെയാണ് പടം. ബട്ട് ലാസ്റ്റ് ഒരു 15-20 മിനിറ്റ്സിൽ പടം ഒന്ന് കയറി. ആക്ച്വലി നല്ലോണം കയറി. നല്ല രസമായി. ഈ പറയുന്ന സയൻസ് ഫിക്ഷൻ കോൺസെപ്റ്റ് ഇവരെങ്ങനെ ഇവിടെ എലമെൻറ്റ്സുകൾ ആഡ് ചെയ്ത് പിന്നെ അങ്ങ് ത്രില്ലായി പടം കണ്ടു കഴിഞ്ഞറിഞ്ഞപ്പോൾ എന്തോ സാറ്റിസ്ഫൈഡായി. കാരണം ഹാപ്പി ആയിട്ട് ഇറങ്ങാൻ പറ്റി. പടം തീർന്നപ്പോൾ ഒരു വൃത്തിക്ക് തീർത്തു. നല്ല എൻഡിങ് ഉണ്ട് പടത്തിന്. ആക്ച്വലി നല്ല എൻഡിങ് ഉണ്ട് പടത്തിൽ. സീരിയൽ കില്ലർ അതിൻ്റെ ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും. ആക്ച്വലി സീരിയൽ കില്ലർ കോൺസെപ്റ്റ് എനിക്ക് ഇനിയിപ്പോൾ മടുപ്പാണ്. കാരണം നമ്മുടെ വിൻ്ററൊക്കെ പണ്ടിറങ്ങിയ പടം. വിൻ്ററൊക്കെ ഒരു കൾട്ട് സാധനമാണ്, വിൻ്റർ ജയറാമിൻ്റെ. പക്ഷെ ട്രെൻഡിങ് ആയിരുന്നില്ല. പിന്നീടാണ് ആൾക്കാർ വിൻ്ററൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. 5-ാം പാതിര തമിഴിൽ രാക്ഷസം വന്ന് മലയാളത്തിൽ 5-ാം പാതിര എന്നൊരു മെമ്മറീസൊക്കെ പറയട്ടെ. അതൊക്കെ പണ്ട് വന്ന അങ്ങനെ മെമ്മറീസ് ഹിറ്റാണ്. ബട്ട് ട്രെൻഡിങ് ആയി മാറിയത് ഞാൻ വിശ്വസിക്കുന്നത് 5-ാം പാതിരയിലൂടെയാണ്. പിന്നെ മലയാളത്തിൽ രാക്ഷസനിലൂടെയാണ്. ആക്ച്വലി മലയാളത്തിൽ 5-ാം പാതിര വന്നു. പിന്നെ അതിനുശേഷം ഫോറൻസിക് വന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു രീതിയിൽ സൗത്ത് ഇന്ത്യ കുറേ സീരിയൽ കില്ലർ പടങ്ങൾ ഇറക്കാൻ തുടങ്ങി. സംഭവം ഇതും സീരിയൽ കില്ലർ എന്നൊരു കോൺസെപ്റ്റാണ്. പക്ഷെ എങ്ങനെ അവർ വ്യത്യസ്തമായി അവതരിപ്പിക്കുന്നോ അതിലാണ് കാര്യം. ബട്ട് ഇതിൽ പ്രത്യേകിച്ചും തുടങ്ങുന്നതും ഒരു ഏകദേശം 3/4 ഭാഗമൊന്നും ഇല്ലടേ. പക്ഷെ അവസാനം ആ ഒരു മീൻസ് ഇവർക്ക് എന്ത് ഇതിൻ്റെ സീരിയൽ കില്ലറിന് എന്ത് കാരണമാണ്, ഇവരുടെ മോട്ടീവ് എന്താണ്,
ഭയങ്കര കൺവിൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന കാരണം കൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് കില്ലർ, അല്ലെങ്കിൽ ആ ഒരു എങ്ങനെ അവതരിപ്പിച്ചു അവസാനം കത്തിച്ചു. ബട്ട് സ്റ്റിൽ ഞാൻ പറയാം, പടം ത്രൂ ഔട്ട് ഒരു സീരിയൽ ലെവൽ മേക്കിംഗ് പടമാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഒരു എനിക്കെന്തോ മേക്കിംഗ് ഇഷ്ടപ്പെട്ടില്ല ആക്ച്വലി. മ്യൂസിക് ആണെങ്കിലും മ്യൂസിക് കൊള്ളാം, ഞാൻ കൊള്ളില്ലെന്നല്ല പറയുന്ന. മ്യൂസിക് ഈസ് ആക്ച്വലി ഗുഡ്. ബട്ട് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് മ്യൂസിക്കാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബോളിവുഡിൽ നിന്ന് കൊണ്ടുവന്നുണ്ടോ, ഓക്കെ അങ്ങനെ മ്യൂസിക് അങ്ങനെ പടച്ച് വിട്ടോ, അങ്ങനെ ചെയ്ത പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. ചില പോർഷൻസ് കടാന്ന മ്യൂസിക് വരിക. ത്രൂ ഔട്ട് പടം അവസാനം നല്ല മീൻസ് ആ ഒരു കണ്ടന്റ് ഉണ്ട്, നല്ല കോൺസെപ്റ്റ് ഉണ്ട് ഇവരുടെ കയ്യിൽ. പക്ഷെ എക്സിക്യൂഷനിലെ മേക്കിംഗ്, ത്രൂ ഔട്ട് മേക്കിംഗ് എനിക്കൊരു സീരിയൽ ലെവൽ മേക്കിംഗ് തോന്നി. പടത്തിൻ്റെ മേക്കിങ്ങിലിപ്പോൾ ഞാൻ എന്തോ സാറ്റിസ്ഫൈഡ് അല്ല. നല്ല സംഭവമുണ്ട് കയ്യിൽ. സീരിയൽ കില്ലർ ഞാൻ ബേസ് പറയുമ്പോൾ എല്ലാവരും സീരിയൽ കില്ലർ ചെയ്യും, പക്ഷെ എങ്ങനെ വ്യത്യസ്തമായി അവതരിപ്പിച്ചു എന്ന രീതിയിലാണ് നോക്കാം. അതിലിവരുടെ കയ്യിൽ സംഭവമുണ്ട്. ഇവർ അവസാനം സയൻസ് ഫിക്ഷൻ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തപ്പോൾ സംഭവം സെറ്റായി. ബട്ട് ത്രൂ ഔട്ട് മേക്കിങ്ങിൽ ഞാൻ എന്തോ എനിക്ക് ആ ഒരു സീരിയൽ വൈബ് അടിച്ചു. ഇപ്പോൾ മീര ജാസ്മിൻ്റെ ഒരു തിരിച്ചുവരവുണ്ട്. ഇപ്പോൾ ഭാവന പടത്തിൽ തിരിച്ചുവരവെന്ന് പറഞ്ഞ പോലെ മീര ജാസ്മിൻ്റെ 10 കൽപ്പനകൾ എന്നൊരു പടമുണ്ട്. അതൊരു തിരിച്ചുവരവെന്നൊക്കെ പറഞ്ഞൊരു സീരിയൽ കില്ലർ സാധനത്തിലാണ് കൊണ്ടുവന്നത്. അതൊരു സീരിയൽ ലെവൽ മേക്കിംഗ് ആണ് എനിക്ക് തോന്നിയത്. 10 കൽപ്പനകൾ എന്ന സിനിമയിൽ എനിക്ക് തോന്നിയത് അതുപോലെ ഇതിൻ്റെ ത്രൂ ഔട്ട് പടത്തിൻ്റെ എന്തോ ആ ഒരു വൈബായിരുന്നു. പിന്നെ ആക്ടേഴ്സിൻ്റെ കേസ് പറഞ്ഞാലും ഭാവന, റഹ്മാൻ, ബിനു പപ്പു, അർജുൻ ലാൽ, നമ്മുടെ തന്മാത്ര അർജുൻ ലാൽ ഇതിലുണ്ടല്ലോ, വർഷങ്ങൾക്ക് ശേഷത്തിലുണ്ടല്ലോ. പിന്നെ നമ്മുടെ ആക്ടറിൻ്റെ പേര് മറന്നു, ബെൻ കിട്ടണില്ല, ഷിബിൻ ബെൻസൺ ഐ തിങ്ക്, അങ്ങനെ അവരൊക്കെ കൊള്ളാം. ബട്ട് മെയിൻ ആക്ടേഴ്സ് ഇവരാ. പിന്നീട് വന്നേക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇവരാണ് മെയിൻ ലീഡ്. ബട്ട് പിന്നീടുള്ള ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു രസമില്ല. ആക്ച്വലി നമുക്ക് തോന്നും പറയാൻ വേണ്ടി ജയിച്ച പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടോ മേക്കിങ്ങിൽ ബാക്കിയുള്ള കോ ആക്ടേഴ്സ് ആയാലും ഈ പറഞ്ഞ മെയിൻ അല്ലാത്തവർ വരുന്ന ആക്ടേഴ്സ്, കുറേ ആക്ടേഴ്സ് വന്ന് പോകുന്നുണ്ട്. അവരും പടത്തിൻ്റെ മേക്കിങ്ങിൽ എവിടേക്കോ ഒരു ഇങ്ങനെ ഒരു നെഗറ്റീവാണ് തോന്നിയത്. മ്യൂസിക്കിൻ്റെ കേസ് പറഞ്ഞാൽ കൊള്ളാം, ബട്ട് സ്റ്റിൽ വെറുതെ കുറേ ഇട്ടിട്ട് പോയ പോലെ എനിക്ക് തോന്നി. ആൻഡ് സൗണ്ട് ഡിസൈനിങ്ങും മിക്സിങ്ങും കൊള്ളാം. അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടത് സ്ക്രീൻ PVR. അവിടെ എല്ലാ സ്ക്രീനും ഡോൾബി അറ്റ്മോസാണ് വെച്ചേക്കുന്നത്. സ്പീക്കേഴ്സൊക്കെ നല്ലതാണ് PVRൻ്റെ പൊതുവെ. സൗണ്ട് ഡിസൈനിങ് മിക്സിംഗ് ഒക്കെ എനിക്ക് നല്ലോണം വർക്കായി. ചെയ്താരാന്ന് എനിക്കറിയില്ല, പേരറിയില്ല. ബട്ട് ആക്ച്വലി അത് ഭയങ്കര രസമായിട്ട് തോന്നി. മ്യൂസിക്കും കൊള്ളാം, ബട്ട് എവിടേക്കോ അൺനെസസറി ഫീൽ ചെയ്തു. അതിന് വേണ്ടി മ്യൂസിക്ക് വേണ്ടി ചെയ്ത പോലെ. സിനിമയും കോൺസെപ്റ്റും കൊള്ളാം, ബട്ട് എക്സിക്യൂഷനിൽ എനിക്ക് ആ ഒരു സീരിയൽ ലെവൽ മേക്കിംഗ് തോന്നിപ്പോയി. ത്രൂ ഔട്ട് പടം അങ്ങനെയാണ്. ബട്ട് പടം കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിയോ, ഓക്കെ, വെർത്തായിരുന്നു. ഞാൻ 130ക്കാണ് കണ്ടത്. എനിക്ക് വലിയ ചിലവില്ല ഇവിടുത്തെ കൊച്ചിയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ PVRൽ ഒരു പടം കാണാമെന്ന് പറഞ്ഞാൽ 200 രൂപയുടെ മേലെ കൊടുക്കണം. ഇവിടെ 130 രൂപയ്ക്ക് കാണാം. ഓക്കെയാണ്. ബട്ട് ഫൈനലി ഇന്നെ പോരായ്മകൾ ഫീൽ ചെയ്തു. പടം കണ്ട് ഇറങ്ങിയപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. ഭാവന പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. ഭാവനയും പിന്നെ കുറച്ച് പേരും കൂടി പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഭാവന പ്രൊഡക്ഷൻ ഹൗസോ അങ്ങനെ എന്തോ. പിന്നെ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് പടം കേട്ടോ. അങ്ങനെ പേരെന്തായിരുന്നു, റിയാസ് മാരാത്ത്. ഫസ്റ്റ് പടം പുള്ളിക്കാരൻ്റെ. ബട്ട് നല്ല കണ്ടൻ്റ് ആയിരുന്നു. എനിക്കിങ്ങനെ കുറച്ച് തോന്നി. ഇതാണ് ആക്ച്വലി എനിക്ക് അനോമി ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്നൊരു പടം. എന്തൊക്കെയുണ്ട് ഞാൻ ഓർത്തത്, വിട്ടുപോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഓക്കെ ആയിരുന്നു സിനിമ. നല്ലൊരു വാച്ചബിൾ ആയിരുന്നു പടം.